കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 നവംബർ മാസം 2-ാം തീയതി വിശുദ്ധ സഭായോഗമായി ഭവനാങ്കണത്തിലായിരിക്കാൻ കർത്താവ് നമുക്ക് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും. സംഭവകുലമായ ദിവസങ്ങൾ നമ്മളെ വിട്ട് കടന്നുപോയി. സമാധാനം, സന്തോഷം, പ്രത്യാശ ഇതൊക്കെ നഷ്ടപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിക്കണം. കാരണം സമാധാനം തരുന്നത് ട്രംപല്ല, ലോക നേതാക്കന്മാരല്ല, രാഷ്ട്രീയ നേതാക്കന്മാരല്ല, രാജ്യം ഭരിക്കുന്നവരല്ല. അവരൊക്കെ ദൈവം ഭരിക്കാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുക. അവരെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇവിടെ കുട്ടിച്ചോറാക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നല്ല നല്ല ലീഡർമാരുണ്ട്, രാജ്യം ഭരിക്കുന്നവർ. അവരവരുടെ രാജ്യത്തെ നന്നായി ഭരിച്ച് നല്ല നിലയിൽ കൊണ്ടു നടക്കുന്നുണ്ട്, ഇല്ലെന്നില്ല. സംശുദ്ധമായ ഭരണം നടത്തുന്ന ഭരണ നേതാക്കന്മാരില്ലാതില്ല. അവരൊക്കെ ഭരിച്ച് ജനത്തെ ക്ഷേമത്തോടെ നടത്തുന്നു. പണ്ട് മാവേലി നാട് വാണ്ടിരുന്ന കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്നൊക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതൊക്കെ സങ്കല്പ കഥകളാണ്, യാഥാർത്ഥ്യമില്ലതിൽ. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ ഭരണ സംവിധാനങ്ങളും ഈ ലോകത്തിൻ്റെ ജീവിതമൊന്നും അല്ല പ്രധാന വിഷയം. മരണാനന്തര ജീവിതം. ഈ ലോകം വിട്ട് വേറൊരു ലോകത്തിലേക്ക് മരണമാകുന്ന വഴി ഡോറിലൂടെ നമ്മൾ യാത്ര ചെയ്യുക, മരിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കുക. ഇപ്പോൾ നമ്മൾ മരിച്ച വിശ്രമ സ്ഥലത്ത് സ്തോത്രം, കർത്താവ് വരുമ്പോൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നിത്യതയിലേക്ക്. ക്രിസ്തുവിനെ കൂടാതെ പോകുന്നവർ മരിച്ചു കഴിഞ്ഞാൽ യാതന സ്ഥലത്തേക്ക്. അത് ലാസറിൻ്റെയും ധനവാന്റെയും കഥ നമുക്ക് തരുന്ന കഥയല്ല, ഒരു കർത്താവ് പഠിപ്പിച്ച ഒരു പഠനം അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ലോകം, ഗലാത്യ ലേഖനം എൻ്റെ 1-ാം വാക്യത്തിൽ, അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കേണ്ടതിന്. അപ്പോൾ ഇതേത് ലോകമാണ്? ദുഷ്ടലോകം. അങ്ങനെ പറയാനുള്ള കാര്യം, സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ, ദുഷ്ടം ഭരിക്കുന്ന ലോകം. പെന്തക്കോസ്തുകാർ ഇതൊക്കെ മറന്ന് ജീവിക്കുന്നെന്ന് പലപ്പോഴും ചിന്തിച്ചു പോയി. ഈ ലോകത്തെ അങ്ങ് ആസ്വദിച്ച് ലോകത്തിലെ കുറേ സമ്പത്തൊക്കെ വാരിക്കൂട്ടി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് തെറ്റുപറ്റി. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം ഭൗതികം അല്ലവേ അല്ല. ഇന്ന് പാസ്റ്റർമാരൊക്കെ, പ്രത്യേകിച്ച് ഹിന്ദുമാർക്ക് നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട് വന്നവരൊക്കെ, അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അശുദ്ധാംശം പ്രാപിച്ചു, സഭകളൊക്കെ കിട്ടി, അവരോരോ പരിപാടിയൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് ചെയ്ത് അവരിപ്പോൾ കോടികളുടെ ആസ്തിയുള്ള പാസ്റ്റർമാർ ഒത്തിരി പേര് എനിക്കറിയാം, വ്യക്തിപരമായി അറിയാവുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഉള്ളിലുള്ളൊരു ചിന്ത എന്താ? ഞങ്ങൾ കഷ്ടത്തിലായിരുന്നു, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. തെറ്റിപ്പോയി. ഇന്നത്തെ പഠന വിഷയമാണ് ദൈവം അനുഗ്രഹിച്ചെന്നുള്ളതിന് തെളിവ്. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യമാണ് ദൈവം അനുഗ്രഹിച്ചതിൻ്റെ മാനദണ്ഡം. അത് നമ്മൾ വചനം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാണ് ദൈവാനുഗ്രഹം. യഥാർത്ഥ അനുഗ്രഹം അതാ. പെട്ടെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു പോകാം. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രിയോട് സ്നേഹം കൂട്ടിക്കൊള്ളുക. അതാണ് ദൈവാനുഗ്രഹം. അല്ലാതെ ലോട്ടറി അടിക്കുന്നതും കോടീശ്വരന്മാരായി സുവിശേഷ വേല ചെയ്യുന്നതും ദൈവാനുഗ്രഹമല്ല. അതൊക്കെ പിശാചിൻ്റെ നമ്പർ 1 കളികളാണ്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. ഇന്ന് രാവിലെ തൊട്ട് ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് കയറുവാനിടയായി. ഭൗതികം അനേകരെ തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, താറാവിൻ്റെ പുറകെ നടന്ന ഒരു വലിയ ഭക്തനുണ്ടായിരുന്നു. എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇന്ത്യയുടെ അപ്പോസ്തലനായിട്ട് ഞാൻ കണ്ട ആ മനുഷ്യൻ അവസാനം ദാരുണമായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മരണം പിന്നെ എങ്ങനെയും സംഭവിക്കാം, പക്ഷെ മരിക്കുന്നതിന് മുമ്പ് കയ്യിൽ സർപ്പത്തെയൊക്കെ പിടിച്ചുകൊണ്ടുള്ള ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഔട്ടായെന്ന് മനസ്സിലായി. മറ്റു പലരും സർപ്പത്തെ പിടിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, അവരും പലരും ഔട്ടായിക്കൊണ്ടിരിക്കുക. ഈ ക്രിക്കറ്റ് ടീമിൽ നിന്ന് പലരും ഔട്ടായി പോകുന്ന പോലെ ആത്മീയ കോടത്തിൽ നിന്ന് പലരും ഔട്ടായി പോയിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ്റ്റർ ഇപ്പോൾ ഇഷ്ടംപോലെ കാശുണ്ട്, മീറ്റിങ്ങുകൾ നടത്തുന്നു, മാസപ്രാർത്ഥന, കോട്ടേജ് മീറ്റിങ്ങും, മറ്റത് മറിച്ചത്, ആതുര ശുശ്രൂഷകൾ, പിന്നെന്താ വൃദ്ധസദനം നടത്തുന്നു, ചിൽഡ്രൻസ് ഹോം നടത്തുന്നു, പിന്നെ
ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ട് ബൈബിൾ കോളേജ് മറ്റതെല്ലാം നടത്തും. കാര്യമൊക്കെ ശരി. ആത്മീയ അനുഭവത്തിൽ നിന്ന് അവർ ഔട്ട്. അത് ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തിലൂടി ഞാൻ പറയുന്നൊരു കാര്യം. കാരണം അവരിലൊന്നും ഇതൊന്നുമില്ല. പത്രോസ് പഠിപ്പിച്ച കാര്യങ്ങളൊന്നുമില്ല. സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുക എന്നുള്ള പഠനം അവർക്കില്ല. ദൈവ വിഷയത്തിൽ സമ്പന്നരാകുക എന്നുള്ളൊരു വിഷയം അവർക്ക് കാണാൻ കഴിയുന്നില്ല. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അനേകരെ ദുഷ്ടനായ സാത്താൻ തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുക. എങ്ങനെ? സമ്പത്ത് കൊടുത്ത്. ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിൽ വന്നു അത് പറയണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്നെ കേൾക്കുന്ന ഭക്തജനമേ, ദൈവമക്കളെ, കർത്താവിൻ്റെ ദാസന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ആരെയും വ്രണപ്പെടുത്താൻ പറയുന്നതല്ല. ഐ ആം ടെല്ലിങ് ട്രൂത്ത്. ഞാൻ സത്യം വിളിച്ച് പറയുക. ഹല്ലേലൂയ. ആത്മീകമായി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് എഫെസ്യർ 1:3 പറയുമ്പോൾ, ഭൗതിക അനുഗ്രഹം ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുന്നതാണ്. എന്ന മെഷർമെന്റിലേക്ക് നമ്മൾ വരണം. സക്കായി എന്തിനാ കർത്താവിനെ കണ്ടപ്പോൾ വിറ്റ് ദരിദ്രർ കൊടുത്തത്? എന്തിനാ കൊടുത്തേ? ഒന്ന് പറഞ്ഞ് എന്തിനാ കൊടുത്തത്? പുള്ളിക്ക് വട്ടുണ്ടോ? ഈ നിലയിൽ പോയാൽ പോക്ക് നടക്കില്ലെന്ന് മനസ്സിലായി. നമ്മളിത് പറയുമ്പോൾ പലർക്കും ഇഷ്ടമല്ല. എന്താ കാര്യം? അവിടെ കയ്യിരിക്കുന്ന സമ്പത്ത് വിറ്റ് ദരിദ്രർ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് പിടിക്കത്തില്ല. പിടിക്കണ്ട, വെച്ചോണ്ടിരുന്നു. അവസാനം ഇത് നിങ്ങളെ കാർന്ന് തിന്ന് നിങ്ങളുടെ നിത്യത നഷ്ടമാകുമ്പോൾ അപ്പോൾ മനസ്സിലാവും, അയ്യോ ആ ഉപദേശി പറഞ്ഞ ശരിയാണ്. ഞാൻ പണമുള്ളവരെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. 10 ചക്രം കയ്യിൽ വന്നവരെയൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അവരുടെ അഹങ്കാരവും അവരുടെ നിഗളങ്ങളും അവരുടെ എടുത്തുചാട്ടങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും നാശത്തിലേക്കാണെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, സമ്പത്ത് നമ്മളെ ആത്മീകരാക്കില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സക്കായിക്ക് ആ മർമ്മം മനസ്സിലായി. യേശുവിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്കാണ്. ആരോ അവനോട് പറഞ്ഞില്ല, വിറ്റ് ദരിദ്രർക്ക് കൊടുക്കടാ, ചതിവായി വാങ്ങി മടക്കി കൊടുക്കടാ. ആരും പറഞ്ഞില്ല. കർത്താവും പറഞ്ഞില്ല. കൂടുതലുള്ളവരും പറഞ്ഞില്ല. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ അവന് ആ യാഥാർത്ഥ്യം മനസ്സിലായി. അവനത് മനസ്സോടെ ചെയ്തു. അങ്ങനെ മനസ്സോടെ ചെയ്യുന്നവരാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറുപ്പക്കാരൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നിത്യജീവന് വേണ്ടി വന്നപ്പോൾ കർത്താവിനോട് ഇടപെട്ടപ്പോൾ അവൻ സ്ഥലം വിട്ടു. എന്താ സ്ഥലം വിടാനുള്ള കാര്യം? നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്തിൻ്റെ ഹൃദയം ഇരിക്കും. അവൻ്റെ ഹൃദയം ആ നിക്ഷേപത്തിലായി. ഞാൻ ഇന്ന് പലരെയും പഠിച്ചു നോക്കിയിട്ട് എല്ലാവരും അല്ല. പലരെയും പഠിച്ചു നോക്കിയിട്ട് നിക്ഷേപത്തിലാണ് അവരുടെ ഹൃദയം ഇരിക്കുന്നത്. അതേലെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ അവർ ലൂസിഫറായി മാറും. ഞാനത് കണ്ടുകൊണ്ടിരിക്കാന്നേ. എനിക്കത് പറയുന്നതിന് മടിയൊന്നുമില്ല. ആരും തലയൊന്നും കൊയ്ത് കളയത്തില്ല. സത്യം പറയുകൊണ്ട് നിങ്ങളുടെ ശത്രുവായി പോയെന്ന് പൗലോസ് പറയുക. ഗലാത്യർ 6:4-16. സത്യം പറഞ്ഞാൽ ശത്രുവായി പോകേണ്ട കാര്യം തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിത്യത നഷ്ടമാകാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീരരായി തീർന്നിരിക്കുന്നു. നമ്മളെപ്പോഴും പഠിക്കുന്ന ഭാഗങ്ങളില്ലേ അത്? ഇന്നിപ്പോൾ അത് പറയാനായിട്ട് എനിക്ക് പ്രേരണയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിലാണ് ആ ഭാഗം കിടക്കുന്നത്. ഞാൻ എൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അത് നമുക്ക് വായിക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്ക് ഉപദേശം അനുസരിക്കാതെ അന്യതാവ് ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അപ്പോൾ പത്യവചനം അനുസരിക്കാത്തവൻ എന്താ? അന്യതാപദേശത്തിൽ കിടക്കുക. അന്യതാപദേശത്തിൽ കിടക്കുന്നവൻ്റെ ലക്ഷണം എന്താ? തർക്കവും വാഗ്വാദവും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുക. അവയാൽ അസൂയ, ഷണ്ട, ദൂഷണം, ദുശംസയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വൃത്യവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നതാനും ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചപ്പോൾ
വെട്ടിക്ക് 2 കീഴ്ത്തേട്ട് 2 കൈയും പുറത്തേക്ക് ഇടണമെന്ന് പറഞ്ഞു. അതിൻ്റെ ചിന്ത എന്തെന്ന് ചോദിച്ചാൽ, ഈ പൗലൂസ് എഴുതിയത് താൻ വായിച്ചാണോ എന്നാണ് എനിക്കും മനസ്സിലായത്. ഒന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കുറേ സ്വർണ്ണക്കൊയിനും കുറേ അതിവിധങ്ങളൊക്കെ പൊന്നും വജ്രങ്ങളൊക്കെ വാരിക്കൂട്ടി അതെല്ലാം തൻ്റെ ശവസംസ്കാര സമയത്ത് അത് ശവം കൊണ്ടുപോകുമ്പോൾ വാരി വിതറണമെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടത്. ശരിയായിരിക്കാം. പുള്ളിക്കത് പിടികിട്ടി. ഇന്ന് പലർക്കും പിടികിട്ടിട്ടില്ല. പല ബന്ധക്കോസുകാർക്കും അത് പിടികിട്ടിട്ടില്ല. പല കോടീശ്വരന്മാരാകാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന പാസ്റ്റർമാർക്കും അത് പിടികിട്ടിട്ടില്ല. അത് പിടികിട്ടിട്ടില്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പിടിവിട്ടു പോകും. എനിക്കതേ പറയാനുള്ളൂ. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. നിങ്ങൾ ദൈവരാജ്യത്തെ കാണണമെന്നുള്ള ഏക ചിന്തയോടാണ് ഞാൻ ഈ ദൂത് പറയുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കുക. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു താനും. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. പിന്നെ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ഈ എഴുതിയ മനുഷ്യൻ കോടിക്കണക്കിന് സ്വത്തുള്ളത് ക്രിസ്തു ദർശനം കണ്ടപ്പോൾ അതെല്ലാം ചപ്പെന്നും ചവറൊന്നും എണ്ണി കർത്താവിൻ്റെ പുറകെ പോയ മനുഷ്യനായി എഴുതി വെച്ചിരിക്കുന്ന ഓർത്തോണം. വഴിയെ പോകുന്നവരല്ല ഇത് എഴുതി വെച്ചേക്കുന്നേ. എനിക്ക് ലാഭമായതൊക്കെയും ഛേദമെന്നെണ്ണി ഛേദമെന്നെണ്ണിയിരിക്കുന്നു, ഛേദമെന്നെണ്ണി 3 പ്രാവശ്യം ഫിലിപ്പിയ ലേഖനത്തിൽ ആ പദം കാണുന്നുണ്ട്. ഞാനത് മുമ്പ് പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് എത്ര പേര് ഛേദം എണ്ണുന്നുണ്ട്? കൂട്ടി വയ്ക്കുകയല്ലേ. അച്ഛൻ്റെ പേരിൽ, മക്കളുടെ പേരിൽ. കിടന്നോട്ടെന്നാ പറയുന്നത്. കിടന്നോട്ടെ. കർത്താവ് വരുമ്പോൾ അതും കൊണ്ട് ഇവിടെ കിടക്കാം. ഇവിടെ നിന്ന് പൊങ്ങത്തില്ല. സ്തോത്രം. അല്ല, എനിക്കിത് ഈ പണ്ട് ക്യാപ്റ്റൻ പോലെ പറഞ്ഞ പോലെ വചനത്തിൻ്റെ വെളിപ്പാടുകളെല്ലാം പൂർണ്ണമായി പറഞ്ഞു വെച്ചില്ലെങ്കിൽ ഞാൻ പിടിക്കപ്പെടും. നീ എന്താ പറയാത്തെ? ഇതൊക്കെ അള്ളിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നവർ വിട്ടുകളയാനായിട്ട് നീ എന്താ ഇത് പറയാത്തെ? സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നുമില്ല. ഉമ്മാനോട് പാനിൽ മതിയെന്ന് വിചാരിക്കാം. ഇനി അടുത്താണ് വിഷയം. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അടുത്താണ് തിമോഥെയോസിനോടുള്ള പൗലൂസിൻ്റെ ശക്തമായ മെസ്സേജ്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടാൻ, ദിവ്യാഗ്രഹം വിട്ടോടാൻ എന്ത് ചെയ്യണം? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. അതാണ് നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്നുള്ളത്. സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതാണ്. തിമോഥെയോസിൻ്റെ ലേഖനം 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്നിവിടെ പറയുന്നു. അതിൻ്റെ 19-ാം വാക്യത്തിൽ സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുവാൻ പറയുന്നു. നിത്യജീവനെ പിടിച്ചുകൊള്ളുക, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. ആ പ്രമാണം മുറുകെ പിടിച്ചാലേ അങ്ങ് ചെല്ലുള്ളൂ. പ്രമാണം വിട്ട ആ സെക്കൻഡിൽ നമ്മൾ പോയി. രക്ഷ നഷ്ടപ്പെടത്തില്ലെന്നൊക്കെ പെന്തക്കോസ്തുകാർ പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോൾ നഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ മതി. ആ നിലയിൽ പഠിച്ചോണോ അത്. കണ്ട കുരുത്തുക്കേടെല്ലാം ഒപ്പിച്ച് വെച്ച് ആകാത്തതൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് രക്ഷ നഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞ് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹം, ആത്മീയരെ അപമാനിക്കുന്ന ഹിപ്പോക്രൈറ്റ്സ്, കപടഭക്തിക്കാർ നമ്മുടെ ആത്മീയകോളത്തിലുണ്ട്. മനസ്സിലാക്കണം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്നു ബഹുദുഃഖങ്ങൾക്ക് അധീനരായി. ഈ പണം വന്ന് കയറുമ്പോൾ ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം പിന്നെയും ദാഹിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇത് ഈ ഭൗതികം കിട്ടുമ്പോൾ ദാഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കിട്ടുന്നത് വല്ലവർക്ക് കൊടുത്ത് തീർത്തേക്കണം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സ്വരൂപിക്കണം. ആവശ്യത്തിലധികം ക്രമത്തിലധികം ഒരുക്കി വെച്ചാൽ അത് അനീതിയുള്ള മാമോനാണെന്ന് കർത്താവ് പറഞ്ഞത് ഇനിയെങ്കിലും നമ്മുടെ തലയിലോട്ട് കയറണം. ഹല്ലേലൂയ. പാസ്റ്റർമാരെ ഞാനെടുത്ത് പഠിച്ചിട്ട് ബഹുഭൂരിപക്ഷം പാസ്റ്റർമാരെ പണത്തിൽ കുടുക്കിയിട്ടിരിക്കുക സാത്താൻ. ഇത് ചുമ്മാ പറയല്ലേ. ഇത് രക്ഷിക്കപ്പെടുമ്പോൾ ഒന്നുമില്ലായിരുന്നു. കടത്തിൻ്റെ കടവും ബുദ്ധിമുട്ടും ഭാരങ്ങളും, വീടില്ല, വാടക കൊടുത്ത് താമസിച്ചു. ഇപ്പോഴോ മണിമാളികയിൽ താമസിക്കുക. 5 മക്കളുണ്ട്, 5 പേരും വിദേശത്ത്, 5 രാജ്യത്തെ പണം വന്നുകൊണ്ടിരിക്കുക. ദൈവം അനുഗ്രഹിച്ചു. തെറ്റിപ്പോയി.
നാശത്തിൻ്റെ പാതയിലാണ് നമ്മളായിരിക്കുന്നത്. വിശാലമായ വഴിയിലാണ് നമ്മളായിരിക്കുന്നത്. ഈ വചനം കേട്ട് മടങ്ങി വരാൻ താല്പര്യമുള്ളവർക്ക് മടങ്ങി വരാം. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു രാവിലെ ഈ ഭാഗം പറയാൻ. ദ്രവ്യാഗ്രഹം വിട്ടോടി എന്ത് ചെയ്യണം? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളു. ഇതൊക്കെ ആത്മീയ അനുഗ്രഹമല്ലേ? ഇതല്ലേ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം എന്ന് പറയുന്നത്? അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കരും നിരപരാധിനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തുയേശുവിനെ സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഒരു കമാൻഡർ ആജ്ഞാപിക്കുന്ന പോലെ ആജ്ഞാപിക്കുന്നു. ഒരു കമാൻഡർ തൻ്റെ കീഴിലുള്ള അണികളോട് പറയുന്ന പോലെ ആജ്ഞാപിക്കുന്നു. പൗലോസ് ഒരു കമാൻഡറാണ് ദൈവസഭയുടെ. ഗലാത്യർ 1:1 വായിച്ചാൽ പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവനാണ് പൗലോസ്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ അവരെല്ലാം അപ്പോസ്തലന്മാരാണ്, സഭയുടെ തൂണുകളാണ്. കേഫ, യാക്കോബ്, യോഹന്നാൻ സഭയുടെ തൂണാണെന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുന്നു. നല്ല മനോഹരമായ തൂണാണ് അവർ. ദൈവസഭയുടെ പില്ലേഴ്സാണ്. ചർച്ച് ഓഫ് പില്ലേഴ്സ്, ചർച്ച് പില്ലേഴ്സാണ് അവർ. ചർച്ചിൻ്റെ തൂണുകളാണ്. അവർ പറയുന്ന ഉപദേശത്തിൽ സഭ നിൽക്കണം, ഇല്ലെങ്കിൽ പോവും. മെട്രോ ട്രെയിൻ പണിതിട്ട് ഒരു തൂണ് ചരിഞ്ഞെന്നും പറഞ്ഞ് ട്രെയിൻ ഇങ്ങനെ കോഞ്ചിപ്പോണ്ടായി. ഉടനെ ട്രെയിൻ സർവീസൊക്കെ നിർത്തിവെച്ച് അത് പണിത് 2-3 തൂണും പണിത് ബലപ്പെടുത്തിയിട്ടാണ് പിന്നെ ട്രെയിൻ ഓടിച്ചത്. ഇവിടെ പുതിയ നിയമസഭയുടെ തൂണ് ചരിഞ്ഞ് കിടന്നിട്ട് വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി. ആർക്കും ഒരു വിഷയമില്ല. എല്ലാവരും പുസ്തകം കയ്യിലെടുത്ത് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപകടം മുന്നിലുണ്ട്. അപകടം മണത്തോണ്ട് ഞാൻ പറയുക. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകും. പണത്തെ നാം ഭരിക്കണം, പണം നമ്മെ ഭരിക്കരുത്. എന്തോ ഭൗതികത്തെക്കുറിച്ച് ശക്തിയോടെ പറയാൻ എൻ്റെ ഉള്ളിൽ പ്രേരണ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. ഒരുത്തനുണ്ടായിരുന്നു, അനുഗ്രഹം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത്, എനിക്കിതെല്ലാം കൂടി വെക്കാൻ സ്ഥലമില്ല, ഞാൻ എന്ത് ചെയ്യാൻ പോവുക, വേറെ കളപ്പുര പണിത് ഞാനിതൊക്കെ അവിടെ കൂട്ടി വയ്ക്കും. എന്നിട്ട് അവൻ എന്തോ പറഞ്ഞ്, അവനോട് തന്നെ പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ, എന്താന്ന് പറയാം നിങ്ങൾ? എനിക്ക് ആവശ്യമായ വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം? തിന്നുക, കുടിക്കുക. വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇന്ന് ഭക്തന്മാർ പലരും ചെയ്തുകൊണ്ടിരിക്കുക. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ടൂറടിക്കുക. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ടൂറടിക്കുക, ആനന്ദിക്കുക. അല്ല വേറെന്താ? ഞാൻ ഈ വചനമാണ് പറയുന്നത്, അല്ല വേറൊന്നുമല്ല. പെന്തക്കോസ്തുകാരിൽ പലരും ടൂറടിക്കുന്നവരാ, ലക്ഷക്കണക്കിന് രൂപ മുടക്കി. അപകടമാണ്, അപകടം. കഞ്ഞിക്ക് വകയില്ലാത്തവൻ പലരും കിടപ്പുണ്ട് ഇവിടെ. കുട്ടികളെ കെട്ടിക്കാൻ വരുമാനമില്ലാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുള്ള സഭകൾ എത്രയുണ്ട്? വീടില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? അപ്പോഴാണ് ഭക്തന്മാർ സൂഹിക്കാൻ നടക്കുന്നത്. കണക്ക് ദൈവത്തോട് കൊടുത്തോ? എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ പറയാനുള്ള പറയും. ഏത് ദേവേന്ദ്രനാണെങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ മുഴുവൻ അറിയിച്ചു തന്നിരിക്കുക. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ, ലോകം ഇത് കേട്ടില്ലെങ്കിൽ, വിശ്വാസികൾ ഇത് കേട്ടില്ലെങ്കിൽ കണക്ക് ചിലപ്പോൾ ദൈവത്തോട് ഞാൻ കൊടുക്കേണ്ടി വരും. അവിടെ തുറന്നങ്ങ് പറയുക. സ്തോത്രം. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിനെന്ന് കർത്താവ് ലൂക്കോസ് 12:14 പറഞ്ഞു. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയെല്ലാം അവൻ്റെ ജീവൻ ആധാരമായിരിക്കുന്നെന്ന് പറഞ്ഞു. ഒരു ഉപമയെ അവനോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യണ്ടു, എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും. എന്തു ചെയ്യും? എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. അപ്പോൾ ഒരു ശബ്ദം, ദൈവമോ അവനോട്, എല്ലാവരും അച്ചായ അച്ചായ ഉച്ചായ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നവരെ കർത്താവ് വിളിക്കുന്ന മൂട, ഇടവിഡ്ഢി. നമ്മൾ ഈ പ്രവൃത്തി ചെയ്യാൻ നമ്മൾ മൂടന്മാരുടെ ലിസ്റ്റിൽപ്പെട്ടാണ് കേട്ടോ. കാശൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ മൂടന്മാരുടെ ലിസ്റ്റിൽപ്പെട്ടവരായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചോണേ.
ദൈവം അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? എന്നിട്ട് കർത്താവ് പറയുന്നു, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. എങ്ങനെയാകുന്നു? മൂഢനായിരുന്നു. കർത്താവിൻ്റെ ഒരു കൈവിളപ്പെട്ടു. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ വചനത്തിലേക്ക് വരിക, പത്രോസ് തന്ന വചനത്തിലേക്ക് വരിക. ഇന്നത്തെ വിഷയം ഇത് തന്നെയാണ്. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 5, 6, 7 ആണ് ആത്മീക സമ്പത്ത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതാ. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരത്തോട് ഭക്തി, ഭക്തിയോട് സൗരപ്രീതി, സൗരപ്പോട് സ്നേഹം കൂട്ടിക്കൊണ്ടിരിക്കുക. ഇതാണ് ആത്മീയ അനുഗ്രഹം. ബാങ്കിൽ കാശ് കൂട്ടാനല്ല, ഈ ആത്മീയ അനുഗ്രഹങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക. ഇതാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവിശുദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാ. ഇത് ഇന്നത്തെ ദുരുപദേഷ്ടകന്മാര് ഈ ഉപദേശത്തെ തിരിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് ഭൗതികത്തിന്റെ പുറകെ വിശ്വാസികളും വിശ്വാസന്മാരും ഓടിക്കൊണ്ടിരിക്കുക. മടങ്ങി വന്നാൽ നന്ന്, നിത്യതയിൽ ഒരു അവകാശം വേണോ, ഓഹരി വേണോ, മടങ്ങി വരണം. അതിനായിട്ടാണ് ഞാൻ ശക്തമായി പ്രസംഗിക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യമാണ് നമ്മുടെ പഠന വിഷയം. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. ഈ വിലയേറിയ വിശ്വാസം എന്നുള്ളത് അനേകർ തെറ്റിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താ ഈ വിലയേറിയ വിശ്വാസം? കർത്താവിന് നമ്മോടുള്ള വിശ്വാസം അല്ലവേ അല്ല. യൂദയുടെ ലേഖനം 3-ാം വാക്യത്തിൽ ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം, അത് വിശ്വാസ പ്രമാണം, വിശ്വാസ പ്രമാണത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം ലഭിച്ചവർക്കായി ഇത് എഴുതുന്നത്. വഴിയെ പോകുന്നവനല്ല ഈ ലേഖനങ്ങൾ നിലകൊള്ളുന്നത്, ദൈവസഭയോടാ. ഹല്ലേലൂയ. വിലയേറിയ വിശ്വാസം എന്നുള്ളത് വിശ്വാസ പ്രമാണം. തിമോഥെയോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ. യൂദയാണ് കറക്റ്റായിട്ട് പറയുന്നത്. ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം, വിശ്വാസ പ്രമാണം. ആ പ്രമാണത്തിൽ നിലനിൽക്കാൻ ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോരാടണമെന്നാണ് യൂദ അവിടെ പറയുന്നത്. പ്രമാണത്തിൽ നിലനിൽക്കാനാ പോരാടേണ്ടത്. അതായത് വിശ്വാസികളും സഭകളും തമ്മിലുള്ള പോരാട്ടം ഇന്ന് നടക്കുന്നത്. ഈ വചനത്തിൽ നിലനിൽക്കുവാൻ ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോരാടി ദൈവകൃപ പ്രാപിച്ച്, ദൈവശക്തി പ്രാപിച്ച്, വചന വെളിപ്പാട് പ്രാപിച്ച് വചന വ്യവസ്ഥയിൽ നിലനിൽക്കണം. അല്ലെങ്കിൽ വിശ്വാസ പ്രമാണത്തിൽ നിലനിൽക്കണം. പുതിയ നിയമത്തിലെ ഈ പ്രമാണങ്ങൾ വിശ്വാസ പ്രമാണമാണ്. വിശ്വാസത്താലാണ് രക്ഷ, വിശ്വാസത്താലാണ് ദൈവകൃപ പ്രാപിക്കുന്നത്. പഴയ നിയമത്തിൽ പ്രവൃത്തികളിലൂടെ നീതീകരണം. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ പിതാവിൻ്റെ നീതീകരണം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വ്യക്തിക്ക് കിട്ടുന്നു. ആ നീതീകരണം പ്രാപിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുന്നത്. റോമാലേഖനത്തിൻ്റെ പഠനം ഇതിൻ്റെ ഇടയിൽ കയറി വന്നു. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഇത് മൂന്നും ശക്തിയോടെ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ. ആത്മാവ് ഹേമം തരുമ്പോഴേ ആ സബ്ജക്റ്റൊക്കെ എടുത്ത് പ്രസംഗിക്കത്തുള്ളൂ. അതൊന്നും ആരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഒന്നുകിൽ നീതീകരണം പറയും, അല്ലെങ്കിൽ വിശുദ്ധീകരണം പറയും, അല്ലെങ്കിൽ തേജസ്കരണം പറയും. ഇത് മൂന്നും ലിങ്കായി കിടക്കുന്ന വിഷയങ്ങളാണ്. അത് ഒരുമിച്ച് ചേർത്ത് വെച്ച് പഠിപ്പിച്ച് വിശ്വാസികളെ ആ വചനത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് നടത്തണം ശുശ്രൂഷകന്മാർ. അല്ല ലോട്ടറി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കാനുള്ളവരല്ല നമ്മൾ. കല്യാണ ബ്രോക്കറായിട്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ഗ്രൂപ്പിൽപ്പെട്ടവരല്ല മാസ്റ്റർമാർ, ഓർത്തോണം. തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ അവിടെയുള്ള അച്ചായൻ പറഞ്ഞാൽ ഞാൻ അറിയില്ല, എനിക്കിതൊന്നും അറിയത്തില്ല. ഇവിടെ മുഴുവൻ അതായി മാറി. 2 പ്രസിദ്ധമായ മഠങ്ങളുണ്ട് സാത്താൻ്റെ. ആ മഠങ്ങളുള്ളതുകൊണ്ടാണ് അവിടെ ഇങ്ങനെയുള്ള പ്രവൃത്തിയൊക്കെ നടക്കുന്നതെന്നൊക്കെ പറയുന്നു. ഈ മഠവും അതും ഇതുമൊക്കെ എല്ലായിടത്തും ഒക്കെ ഉണ്ടാവും. അത് നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ വചനമനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് അക്കരെ പോകാം. മഠമുണ്ട്, അതുണ്ട്, പോരാട്ടമുണ്ട്, പിശാചുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. സർവ്വലോകം ദുഷ്ടൻ്റെ അതീതേ കിടക്കുന്നു എന്ന് പറയുമ്പോൾ പിശാചിൻ്റെ പോരാട്ടം ഇല്ലാത്ത ഏത് നാടാ ഉള്ളത്?
ഏത് രാജ്യമാണുള്ളത്, ഏത് ദേശമാണുള്ളത്? ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകണ്ടേ? അപ്പോൾ ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം, വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, വിശ്വാസ പ്രമാണം ലഭിച്ചവർക്ക് എഴുതുന്നത്. മുമ്പോട്ട് പോട്ടെ. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. നമുക്ക് കൃപയുണ്ടോ സമാധാനമുണ്ടോ? ഇത് രണ്ടും ഇല്ലാത്തൊരു ഗ്രൂപ്പായി ഇന്നത്തെ ക്രൈസ്തവ കോളം അധപ്പതിച്ചു പോയി. എല്ലാവരിലും അല്ല, ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. ഹല്ലേലൂയ. 3-ാം വാക്യം, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും അവൻ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ശ്രദ്ധിച്ചേ, ദാനം ചെയ്തിരിക്കുക. എടാ, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ തന്നിട്ടുണ്ടെന്ന്. ഇനി അതിൻ്റെ പിറകെ കിടന്ന് അക്രാന്തം കാണിക്കണ്ട. പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ അത് നമുക്ക് കിട്ടും. പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരോട് പറഞ്ഞ ആ പഴയ അനുഭവം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. എന്ത് തിന്നി, എന്ത് കുടിക്കും, എന്ത് കൊടുക്കുമെന്ന് വിചാരപ്പെടണ്ട. ഇന്ന് അതേ ഉള്ളൂ വിചാരപ്പെടല്. ആകാശത്തിലെ പറവുകളെ നോക്കുവിനും, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. വയലിലെ താമര എങ്ങനെ വളരുന്നു നോക്കുവിൻ. ഇതൊക്കെ പറഞ്ഞിട്ടും പിന്നെയും ആൾക്കാരെന്ത് ചെയ്യുക? എന്ത് തിന്നി, എന്ത് കുടിക്കും, എങ്ങനെ ജീവിക്കും, എങ്ങനെ ജീവിക്കും. എൻ്റെ ഹൃദയത്തിലെ ചിന്ത വരാറുണ്ട് പലപ്പോഴും. ഞാനതിൽ നിന്ന് വിമുക്തനല്ല. നമ്മൾ ആരും വിമുക്തരല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക ദൈവമക്കളെ. തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഒക്കെ ഇഷ്ടം പോലെ തന്നുകൊണ്ടൊന്നും അതൊന്നും അനുഗ്രഹമായെന്ന് ആരും ചിന്തിക്കരുത്. ദൈവരാജ്യം അന്വേഷിക്കണം, ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കണം. ആദിയിൽ എൻ്റെ രാജ്യം നീതി അന്വേഷിക്കണം. വേദപുസ്തകം തുടങ്ങുന്നത് ആദിയിൽ ദൈവം, ആദിയിൽ ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ഭോവ സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഈ ലോകത്തിൻ്റെ കുറെ അറിവ് പ്രാപിച്ചെന്ന് വെച്ച് ബുദ്ധിമാനാകുന്നില്ല. അവൻ വിഡ്ഢികളുടെ വിഡ്ഢിയായി തീരുന്നേ ഉള്ളൂ. ഈ ലോകത്തിൻ്റെ അറിവ് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നെങ്കിൽ അവൻ പമ്പര വിഡ്ഢിയാ. ഹല്ലേലൂയ. ഇന്ന് ബൈബിൾ കോളേജിൽ പോയിട്ട് ലോകത്തിൻ്റെ അറിവുകൾ മുഴുവൻ പഠിച്ചെടുക്കുന്ന പാസ്റ്റർമാരെയും വേദവിദ്യാർത്ഥികളെയും നമുക്ക് കാണാൻ കഴിയും. എനിക്കതിനോട് വലിയ യോജിപ്പ്. അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ലോകത്തിൻ്റെ ജ്ഞാനം മുഴുവൻ തലയെ കയറ്റി വെച്ചിട്ട് ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ വിട്ടുകളഞ്ഞാൽ എന്ത് പ്രയോജനം? ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ക്രിസ്തു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം എല്ലാവരും ഒന്ന് എടുത്താട്ടെ. യോബിൻ്റെ പുസ്തകം 28. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കർത്താവ് ഈ വിഷയമൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഞാനിത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഈ പറയുന്നത്. 28-ാം അധ്യായം വായിച്ചു വരുമ്പോൾ വെള്ളിക്കൊരു ഉത്ഭവസ്ഥാനമുണ്ട്, ഊതിക്കഴിപ്പാൻ ഒരു സ്ഥലവുമുണ്ട്. ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു, കല്ലുരുക്കി ചെമ്പെടുക്കുന്നു, മനുഷ്യൻ അന്ധകാരത്തിന് അതിർവയ്ക്കുന്നു. ഒരു വലിയ പ്രവചന ഭാഗമാണിത്. കൂരിലിനെയും അന്ധമസിനെയും കല്ലിനെയും അങ്ങേപറ്റം ശോധന ചെയ്യുന്നു. പാർപ്പുള്ളിടത്ത് ദൂരെ അവർ കുഴികുത്തുന്നു. ചന്ദ്രനിൽ പോയി കുഴികുത്തിയ കാര്യമാണ്. കടന്നു പോകുന്ന കാലിന് അവർ മറന്നുപോയവർ തന്നെ. മനുഷ്യർക്ക് അവരെ അകലെ അവർ തൂങ്ങിയാടുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാക്കുന്നു, അതിൻ്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. ശാസ്ത്രം കണ്ടുപിടിച്ചു അത്. അതിലെ പാറകൾ നീലരത്നൻ്റെ ഉൽപ്പത്തി സ്ഥാനം, കനകപ്പൊടിയും അതിലുണ്ട്. അതിലെ പാത കഴുകാൻ അറിയുന്നില്ല. പരുന്തിൻ്റെ കണ്ണ് അത് കണ്ടിട്ടില്ല. പുളച്ച കാട്ടുമൃഗങ്ങൾ അതിൽ ചവിട്ടിയിട്ടില്ല. ഘോരസിംഹം അതിൽ നടന്നിട്ടില്ല. പർവ്വതങ്ങളെ അവൻ തീക്കൽ പാറയിലേക്ക് കൈനീട്ടുന്നു. പർവ്വതങ്ങളെ അവൻ വേരോടെ മറിച്ച് കളയുന്നു. ഭൂകമ്പത്തിലൂടെ സംഭവിക്കുന്നത്. അവർ പാറകളുടെ ഇടയിൽ കൂടി നടകളെ വെട്ടുന്നു. തുരങ്കങ്ങൾ. അവരുടെ കണ്ണ് വിലയേറിയ വസ്തുക്കളൊക്കെയും കാണുന്നു. ഈ ഭൂമിയിലുള്ള നിക്ഷേപങ്ങളെ മനുഷ്യൻ കണ്ടുപിടിച്ചെടുക്കുന്നു. സൗദി അറേബ്യയിലേക്ക് സ്വർണ്ണ മലയുണ്ടെന്നാണ് പറയുന്നത്. എണ്ണ പാടങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അത് ദൈവം വെച്ചിരിക്കുന്നത്, അല്ലാണ്ട് ഇവരുടെ പൂർവ്വപിതാക്കന്മാരെന്ന് കൊണ്ട് വെച്ചതൊന്നുമല്ല. സ്വർഗത്തിലെ ദൈവമാണ് ഈ ഭൂമിയിലെ നിക്ഷേപം മുഴുവൻ ആ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിച്ചിടുന്ന ആൾ കളിച്ച് അവർക്ക് അവാർഡും കൊടുത്തു കളന്ന് തുള്ളിച്ചാടുക പലരും. ഭൂമി അതിൻ്റെ പൂർണ്ണതയും ഭൂതലത്തിലെ നിവാസികളും യഹോവയ്ക്കുള്ളത്. ദൈവത്തിൻ്റെ വകയായി ഭൂമി.
മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ ധാതു ലവണങ്ങളും ഈ ഭൂമിയിൽ ദൈവം വച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് അതൊക്കെ കോരിയെടുത്ത് അതൊക്കെ പ്രാപിച്ചെടുത്ത് കോടീശ്വരന്മാരായി മറ്റവരെ തല്ലി കൊല്ലാനുള്ളതല്ല. ഹല്ലേലൂയ. ഈ ഹമാസിൻ്റെ ലീഡേഴ്സിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഹമാസ് ഒരു ഭീകര സംഘടനയാണ്. പലസ്തീനിൽ നല്ല മുസ്ലിങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇടയിൽ കിടന്ന് വേല കാണിക്കുകയാണ് അവർ ചെയ്യുന്നത്. സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഖലീൽ അൽഹയ, പിന്നെ യാഹ്യ സിൻവർ, ഹനിയ, മറുവാൻ ഈസ, ഇങ്ങനെയുള്ള കുറേ ലീഡേഴ്സ് ഉണ്ട്. മില്യൺ ഡോളറാണ് അവരുടെ ആസ്തി. എവിടെ നിന്ന് കിട്ടുന്നു? പാവം പിടിച്ച മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന കാശ് മുഴുവൻ അടിച്ചു മാറ്റി ബാങ്കിലിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും പോയി സുഖിച്ചുകൊണ്ടിരിക്കുന്ന, പട്ടുമത്തിയിലും ഏസിയിലും കിടന്ന് സൂഹിക്കുന്നവരാണ്. പാവം പിടിച്ച അണികളെ കൊന്ന് കൊലവിളി നടത്തുന്നവരെ. ഇത് ഞാൻ പറയുകയല്ല, ചാനലിലൂടെ വന്ന സത്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര ഭീകരമായ അവസ്ഥയാണ്. ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സ്വർണവും എണ്ണയും അതുപോലെ ധാതുലവണങ്ങൾ അത് മനുഷ്യനെടുത്ത് അവനെ നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തുക. അത് മനുഷ്യനെ കൊന്ന് കൊലവിളി നടത്താനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ദരിദ്ര രാഷ്ട്രങ്ങൾ പലതും അവരുടെ വാർ എക്യുപ്മെൻറ്റ്സ്, യുദ്ധോപകരണങ്ങൾ കൊണ്ട് മുടക്കുന്ന കാശ് ആ ജനത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഒരു ദരിദ്ര രാഷ്ട്രവും ഈ ഭൂമിയിൽ കാണത്തില്ലെന്ന് വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നു. ഞാനതിനെ ഏസു വെക്കുന്നു. മനസ്സിലായോ? സ്തോത്രം. നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോണ്ട. അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം എന്ത് ചെയ്യുന്നു?